എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മാർച്ച് 13 നമ്മുടെ പുതിയകാവ് പൊങ്കാലയായിരുന്നു. കൊല്ലത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു പൊങ്കാല തന്നെയാണ് ഞങ്ങളുടെ പുതിയകാവ് അമ്മയുടെ പൊങ്കാല കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ തലേ ദിവസം വ്യാഴാഴ്ച പുതിയകാവ് അമ്മയെ കണ്ട് അനുഗ്രഹം മേടിക്കാനായിട്ട് ക്ഷേത്രത്തിൽ പോയിരുന്നു. അന്നേരം എനിക്ക് തോന്നി ഈ പ്രാവശ്യം ഒരു മൺകലം മേടിച്ച് പൊങ്കാല ഇടാവുന്ന കേട്ടോ. അങ്ങനെ ആ മേടിച്ച മൺകലമാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ രാവിലെ തന്നെ തേങ്ങയെല്ലാം കുളി കഴിഞ്ഞ് തിരിഞ്ഞു വെച്ചു. അതിനുശേഷം ഞാൻ സെറ്റും മുണ്ടും ഉടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് ചൂടല്ലേ, അതുകൊണ്ട് ഈ ഒരു കോട്ടൺ സാരി ഉടുക്കാവുന്ന കേട്ടോ. അങ്ങനെ സാരി എല്ലാം ഉടുത്ത് മേക്കപ്പും എല്ലാം കഴിഞ്ഞ് 2 ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞപ്പോഴത്തെ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനും അശ്വതി ചേച്ചിയും കൂടെ ആയിരുന്നു പൊങ്കാലയ്ക്ക് പോയിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഉണ്ണിയണ്ണൻ്റെ തന്നെ റെയിൽവേയിലെ ക്വാർട്ടേഴ്സിലായിരുന്നു നമുക്ക് എന്തായാലും പൊങ്കാല ഇടാനായിട്ട് സ്ഥലമുള്ളത് കേട്ടോ. അപ്പോൾ അശ്വതി ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ണിയണ്ണൻ തലേ ദിവസം തന്നെ നമുക്ക് പൊങ്കാലയ്ക്കുള്ള സ്ഥലങ്ങളൊക്കെ പോയി പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയൊരു ഉപകാരമായിരുന്നു. കാര്യം ഞങ്ങൾ ആറ്റുകാൽ പോയപ്പോഴേ തമ്പാനൂർ വെയിലത്ത് നിന്ന് പൊങ്കാലയിട്ട് പനിയൊക്കെ. എന്തായാലും ഇപ്രാവശ്യം വെയിലത്ത് നിന്ന് നിൽക്കേണ്ടി വന്നിട്ടില്ല. തണലുണ്ടായിരുന്നു കേട്ടോ ഒരു മരത്തിൻ്റെ. അതുകൊണ്ട് വലിയ കാര്യമായിരുന്നു. കൃത്യം 10 മണിക്ക് തന്നെ നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാണ്ട് ക്വാർട്ടേഴ്സിനകത്തെ കാഴ്ചയാണ് കേട്ടോ. ക്വാർട്ടേഴ്സിനകത്ത് തന്നെ ഏകദേശം 100-200ഓളം പൊങ്കാല അടുപ്പിച്ചുണ്ടായിരുന്നേ. നല്ല പൊങ്കാല ഉണ്ടായിരുന്നു എല്ലായിടം കേട്ടോ. അപ്പോൾ ആ ചേച്ചിയാണ് തകർത്ത് വാഴയിലേക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് നമ്മൾ കേക്ക് മുറിക്കുന്ന കത്തിയാണ്, അത് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് അശ്വതി ചേച്ചിയുടെ പൊങ്കാലയ്ക്ക് ഒരുക്കിയതാണ് ഗണപതി ഒരുക്ക്. ഇത് എൻ്റെ ഗണപതി ഒരുക്ക്. അപ്പം ഇത് അശ്വതി ചേച്ചിയുടെ പൊങ്കാലയാണ് കേട്ടോ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇപ്രാവശ്യം മൺകലത്തിലാണ് ഇട്ടത്. അങ്ങനെ എൻ്റെ പൊങ്കാലയാണ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തണലുണ്ടായിരുന്നു. ഒരു മരത്തിൻ്റെ താഴെ ആയതുകൊണ്ട് തന്നെ നല്ല തണലുണ്ടായിരുന്നു. സമാധാനത്തിൽ നിന്ന് പൊങ്കാല ഇടാനും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ റോഡ് സൈഡിലൊക്കെ ആയ ഇപ്പോഴത്തെ ചൂടത്ത് നമുക്ക് നിൽക്കാനേ പറ്റത്തില്ല. ഇവിടെയൊക്കെ ആയിട്ട് കൂടി തന്നെ ചൂടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഐശ്വര്യമായിട്ട് പുതിയ അമ്മയുടെ പൊങ്കാലയെല്ലാം ഇട്ട് മാറ്റി വെച്ചു. അപ്പോൾ അതിനുശേഷം തന്നെ അവിടെ നാരങ്ങ വെള്ളം, മോരും വെള്ളം എല്ലാം കൊടുപ്പുണ്ടായിരുന്നേ. അതെല്ലാം കൊടുത്തതിന് ശേഷം അന്നദാനം കേട്ടോ. കൃത്യം 11 മണിക്ക് അന്നദാനം കൊടുക്കാൻ തുടങ്ങിയിരുന്നു. 11 മണി മുതൽ 2 മണി വരെയും നല്ല ക്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അന്നദാനത്തിന്. ഞങ്ങൾ പിന്നെ ഇടയ്ക്കൂടാണ് ഫുഡ് മേടിച്ച് കഴിച്ചത്. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഇടയ്ക്ക് അശ്വതി ചേച്ചി ഇങ്ങനെ പെട്ടെന്ന് വീഡിയോക്കകത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നോക്കിയതാണ് കേട്ടോ. അതാണ് നിങ്ങൾ ആ കണ്ട കാഴ്ച. അപ്പോൾ ഞങ്ങൾ കണ്ട പൊങ്കാലയൊക്കെ ഇട്ട് ഇങ്ങനെ കലം സെറ്റ് ചെയ്തല്ല അടച്ചിങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ. ഭയങ്കര ചൂട്. നമുക്കാണെങ്കിൽ അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല. ഒരു കസേര പോലും ഒഴിവൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനിടയ്ക്കൂടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അപ്പുറത്ത് നിന്നൊരു ചേച്ചിയെ കൊണ്ട് എടുപ്പിച്ചാണ് ഞങ്ങൾ ആ ഫോട്ടോസ്. പിന്നെ ഞങ്ങൾ രണ്ടിനും കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത്. ഇത് നമ്മുടെ പൊങ്കാലയുടെ ഫോട്ടോസാണ്. അപ്പോൾ പുതിയ പൊങ്കാലയുടെ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ ടാറ്റാ.